ഹലോ, നമ്മളിപ്പോൾ ഇന്നത്തെ പപ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പോയി കാണണേ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നല്ലപോലെ പരത്തുക. നല്ലപോലെ പരത്തിയതിന് ശേഷം അതിലേക്ക് വനസ്പതി ആഡ് ചെയ്ത് കൊടുക്കുക. വനസ്പതി ഓവർ മെൽറ്റ് ആക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് കാണിച്ചിട്ട് നമ്മളിങ്ങനെ എടുക്കണം. എന്നിട്ട് അത് നല്ലപോലെ മാവിൽ ഫുള്ള് തേച്ച് കൊടുക്കണേ. തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മാവും കൂടെ തൂക്കി കൊടുക്കണം. പക്ഷെ ഞാൻ തൂക്കാൻ മറന്നുപോയി. എന്നിട്ട് ബുക്ക് ഫോൾഡ് ചെയ്ത് വെക്കണം. ബുക്ക് ഫോൾഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പപ്സിന് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയത്തിന് നമുക്ക് ഉള്ളിയും വാട്ടി നമ്മൾ ഉള്ളിക്കറി ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുക്കുക. പിന്നെ അത് നമ്മൾ മാവ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നല്ലപോലെ പരത്തുക. നല്ലപോലെ പരത്തിയതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ വനസ്പതി തേച്ചിട്ട് മാവും തൂക്കി നമ്മൾ വീണ്ടും ബുക്ക് ഫോൾഡ് ചെയ്ത് വെക്കണം. നമ്മൾ എപ്പോഴും ഓവനിൽ ചെയ്താൽ മാത്രമേ പപ്സിന് ആ പെർഫെക്റ്റ് ഷേപ്പിങ്ങും അതേപോലെ തന്നെ ആ ഒരു ക്രിസ്പിനെസ്സോടുകൂടി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ 180 ഡിഗ്രിയിലാണ് ചെയ്തെടുക്കുന്നത്. 40 മിനിറ്റ്സാണ് ബേക്കിലിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. 40 മിനിറ്റ്സ് ബേക്കിലിട്ട് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ബുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ വട്ടം നമ്മൾ 1 മണിക്കൂറാണ് നമുക്ക് റെസ്റ്റിംഗ് ടൈം വരുന്നത്. ഈ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിനി മാവെടുക്കാവുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും നല്ലപോലെ പരത്തിയതിന് ശേഷം നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 1/2 കിലോ മാവാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 15 പീസ് പപ്സിനുള്ളതുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ലപോലെ പരത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ 5 സെൻറ്റിമീറ്ററിൻ്റെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്ക്വയർ ഷേപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ വീട്ടിലാവശ്യത്തിനായതുകൊണ്ട് നമ്മളങ്ങനെ ഷേപ്പൊന്നും നോക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ പരത്തിയതിന് ശേഷം ഒരു പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ആ സൈഡുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഏകദേശം ഒരു അളവിലങ്ങ് കട്ട് ചെയ്ത് പോവുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ്സ് ആഡ് ചെയ്യുക. പിന്നെ ഹാഫായിട്ട് മുട്ട കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പപ്സിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, ആ രീതിയിൽ നമ്മളതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓവനിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക. 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന പപ്സിൻ്റെ മുകളിൽ നമ്മൾ എഗ് വാഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ട്രേയിൽ സൺഫ്ലവർ ഓയിൽ തേച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്യേണ്ടത്.